ഇതേ ടോപ്പിക്കുള്ള മുൻപത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ ഷെയർ ആയിരുന്നു ഫ്രീ ആയിട്ട് കിട്ടിയത്. ഇപ്രാവശ്യം ആപ്പിളിൻ്റെ ഷെയറാണ് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നത്. വീഡിയോയിലേക്ക് വരാം. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഏട്ടൻ, അദ്ദേഹമാണ് എൻ്റെ വീട്ടിൽ ടാപ്പിംഗ് നടത്തുന്നത്. അപ്പോൾ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, 16ാമത്തെ വയസ്സിൽ ഞാൻ ഈ ജോലി ചെയ്യാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ 50 വയസ്സായി. നല്ല കാലുവേദനയാണ്, നല്ല മുട്ടുവേദനയാണ്. പറഞ്ഞിട്ടെന്താ, വീട്ടിലെ സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. ഇപ്പോഴും ജോലി ചെയ്യണം, ഒരു വിശ്രമമൊന്നുമില്ലാന്ന്. അപ്പം ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ദുശീലങ്ങളൊന്നുമുള്ള ആളല്ല, വലിയ ചിലവൊന്നുമില്ല. ഗ്രാമമായതുകൊണ്ട് തന്നെ പറമ്പിൽ പോയിട്ട് കുറച്ച് ചീരയോ മുരിങ്ങയോ അതൊക്കെ ഉപയോഗിച്ച് കറി വയ്ക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ. അദ്ദേഹം നടന്നാണ് എങ്ങോട്ടും പോകുന്നത്. വലിയ ചിലവൊന്നുമുള്ള ആളല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ഒരു മാസത്തോട്ടുള്ള മൊത്തം ധാന്യവും 50 രൂപയ്ക്ക് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഡെയിലി 100 രൂപ സേവ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കോമ്പൗണ്ട് ഇഫക്റ്റിൻ്റെ അഡ്വാൻറ്റേജ് യൂസ് ചെയ്തിട്ട് 1 കോടി രൂപ നമുക്ക് നേടാമെന്ന്. ഞാൻ വീണ്ടും വെറുതെ ചിന്തിച്ചത്, അദ്ദേഹം 16ാം വയസ്സിൽ ജോലി ചെയ്യാൻ തുടങ്ങിയ ആളാണ്. ഡെയിലി അദ്ദേഹം ഇങ്ങനെ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേ പോയാൽ എന്നോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ 1 കോടി ഉണ്ടാവും. ആ 1 കോടി ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ വീട്ടിലിങ്ങനെ ലക്ഷറി ആയിട്ട് സമാധാനമായിട്ട് ഹാപ്പി ആയിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ കിടക്കാം. ബോണ്ടിന് ഇപ്പോൾ 10% റിട്ടേൺ ഉണ്ട്. ഇത് നടക്കാത്തതിൻ്റെ പിന്നിൽ കാരണം എന്താണ്? അദ്ദേഹം 16 വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ്. അന്ന് ഇന്നത്തെ അത്ര കൂലിയില്ല. പിന്നെ അന്ന് അദ്ദേഹത്തിന് സേവ് ചെയ്യുന്നതോ ഇൻവെസ്റ്റ് ചെയ്യുന്നതോ അങ്ങനത്തെ ഒരു നോളേജൊന്നുമില്ല, ഫിനാൻഷ്യൽ നോളേജ് ഇല്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഇത് അനുഭവിക്കുന്നത്. ഇപ്പോഴും ഈ പ്രായത്തിലും നമുക്ക് ഫിനാൻഷ്യൽ നോളേജ് ഉണ്ടെങ്കിൽ, നമ്മളത് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വയസ്സാം കാലത്ത് വീണ്ടും ജോലി എടുക്കേണ്ടി വരില്ല. ഇത് അദ്ദേഹത്തിൻ്റെ മാത്രം കഥയല്ല, ഇവിടെയുള്ള സകല ആളുകളുടെ അവസ്ഥയും ഇതൊക്കെ തന്നെയാണ്. ഇനി ഒരു 80,000 രൂപ വരുമാനമുള്ള ആൾ, അദ്ദേഹം ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹവുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാസം ഒരു 50,000 രൂപ EMIക്ക് തന്നെ പോകുന്നുണ്ട്. വീട്, കാറ്, ഐഫോൺ എന്നൊക്കെ പറഞ്ഞ് EMI തന്നെ 50,000 അടയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മക്കളുടെ വിദ്യാഭ്യാസമൊക്കെ വരുമ്പോൾ, അവരുടെ കല്യാണമൊക്കെ വരുമ്പോൾ അപ്പോഴാണ് ബുദ്ധിമുട്ട്. അപ്പോൾ എന്തെങ്കിലും നോക്കാമെന്ന്. ഇനി കോർപ്പറേറ്റ് സെക്ടറിലോ ഗവൺമെൻറ് സെക്ടറിലോ ഉള്ള ആളുകളുടെ ലൈഫ് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. ഉദാഹരണമായിട്ട്, ആദ്യമായിട്ട് ജോലി കിട്ടുമ്പോൾ ഈ ബൈക്ക് പോരാ, എനിക്ക് അച്ഛൻ വാങ്ങി തന്ന ഈ ബൈക്ക് പോരാ, കുറച്ചുകൂടി പവറുള്ള ബൈക്ക് വേണം, CC കൂടിയ ബൈക്ക് വേണം എന്നൊക്കെ ആഗ്രഹിക്കും, സ്വാഭാവികമാണ്. അത് വാങ്ങും. കുറച്ചുകൂടി ശമ്പളം കൂടുമ്പോൾ കാറ് വാങ്ങാനൊരു ആഗ്രഹം വരും. പ്രസ്റ്റീജും നമ്മൾ നോക്കണം. അങ്ങനെ കാറ് വാങ്ങും. ചിലരാണെങ്കിൽ വീട് പണി തുടങ്ങണം, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോകും. പിന്നെ കുറച്ചുകൂടി ശമ്പളം കൂടുമ്പോൾ ഇപ്പോഴുള്ള ലൈഫ് സ്റ്റൈലൊക്കെ അവരെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യും. സാധാരണ ഫോൺ ഉപയോഗിച്ചിരുന്ന അവർ പ്രീമിയം ഫോണിലേക്ക് മാറും. അങ്ങനെ എല്ലാ കാര്യത്തിലും ആ മാറ്റം കാണും. ചുരുക്കത്തിൽ ഇവരുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ, ശമ്പളം കൂടുന്നതിനനുസരിച്ച് ഇവർ ലൈഫ് സ്റ്റൈൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ജീവിതം സുഖമായിട്ട് കഴിഞ്ഞു പോകും. 50 വയസ്സൊക്കെ കഴിയുമ്പോൾ മക്കളുടെ ഹയർ സ്റ്റഡീസ്, വിവാഹം എന്നൊക്കെ വരുമ്പോൾ ഫാഷൻ നഷ്ടപ്പെട്ട ആ വീടും പകുതി വില പോലും കിട്ടാത്ത കാറും മാത്രമേ സമ്പാദ്യമായിട്ടുള്ളൂ എന്ന് തിരിച്ചറിയും. ഈ കളി പിന്നെ അവരുടെ മക്കൾ കളിക്കും. ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു മാർഗം, നമ്മൾ ഫിനാൻഷ്യൽ നോളേജ് ഉണ്ടാക്കിയെടുക്കണം. അതെന്ന ഒരു സ്കൂളിൽ നിന്ന് പഠിപ്പിച്ച് തരുന്നില്ല. നമ്മൾ തേടിപ്പോയി അത് പഠിക്കണം. നമ്മൾ എത്രയും പെട്ടെന്ന് അത് പഠിച്ചിട്ട് നമ്മുടെ മക്കൾക്കത് ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിച്ചും കൊടുക്കണം. അല്ലെങ്കിൽ അവർ നമ്മൾ പണ്ട് പോയ ആ വട്ടത്തിൽ അവരും പെടും. പിന്നെ ആളുകളെ കാണിക്കാനാണ്, സൊസൈറ്റിയെ ഇംപ്രസ് ചെയ്യാനാണ് പണം എന്ന് ചിന്തിക്കുന്ന ആർക്കും വെൽത്ത് ബിൽഡ് ചെയ്യാൻ കഴിയില്ല. ഡിസിപ്ലിനും ലോങ് ടൈമിലേക്കുള്ള വിഷനും ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനുമാണ് നമുക്ക് ഈ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടത്. ഇതിൽ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്താണെന്ന് മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ആഗ്രഹങ്ങൾ തോന്നും. ഒരു ഫോൺ വേണമെന്ന് തോന്നുമ്പോൾ അപ്പം കയ്യിൽ കിട്ടിയാൽ കൊള്ളാം എന്ന് നമുക്കുണ്ട്. അങ്ങനെ നമുക്കൊരാഗ്രഹം തോന്നുമ്പോൾ തന്നെ പോയി വാങ്ങാൻ തോന്നും. ഇതൊന്ന് നീട്ടി വെക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ആഗ്രഹത്തിൽ നീട്ടി വെക്കാനുള്ള നമ്മുടെ മനസ്സിൻ്റെ ഒരു ശക്തി എന്നൊക്കെ പറയാമല്ലോ, അതാണ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. ഈ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള പെർഫെക്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ജോലിയൊക്കെ കിട്ടിയ ഉടനെ വിവാഹം കഴിക്കുന്നത് വരെയുള്ള ടൈം, അതാണ്. നമ്മുടെ സാധാരണ ആളുകളുടെ കഥ പറഞ്ഞു. ജോലി കിട്ടിയ ഉടനെ കുറച്ചുകൂടി CC കൂട്ടിയ ബൈക്ക് വാങ്ങുന്നു, പിന്നെ വീടുണ്ടാക്കുന്നു. കുറച്ചുകൂടി ശമ്പളം കൂടുമ്പോൾ ഈ വീട് പോരാ എന്ന് തോന്നും, അതേമാതിരി ഈ കാറ് പോരാ എന്ന് തോന്നും, അതൊന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നു. അങ്ങനെ 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 നമ്മുടെ വരുമാനം കൂടുന്നതിനനുസരിച്ച് ലൈഫ് സ്റ്റൈൽ കൂടുന്നു അവരത് എന്ന് നമ്മൾ പറഞ്ഞു. നമ്മളത് ചെയ്യരുത്. നമുക്ക് ഇതുപോലുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അതിനെ ഒരു 5 വർഷത്തേക്ക് നമ്മൾ നീട്ടി വയ്ക്കുക. ഇതാണ് ആദ്യ സ്റ്റേജ്. അതാണ് വിവാഹത്തിന് മുൻപുള്ള 5 വർഷങ്ങൾ എന്ന് പറഞ്ഞത്. ഈ ടൈമിൽ പൊതുവെ നമുക്ക് ചിലവ് കുറവായിരിക്കും. ഈ സ്റ്റേജിൽ നമുക്ക് ബൈക്ക് ആവശ്യമാണ്.
എന്നാൽ പവർ കൂടിയ ബൈക്ക് ആവശ്യമില്ല. ഈ സ്റ്റേജിൽ നമുക്ക് ഫോൺ ആവശ്യമാണ്, എന്നാൽ പ്രീമിയം ഫോൺ നമുക്ക് ആവശ്യമില്ല. ഈ സ്റ്റേജിൽ വീട് വയ്ക്കാൻ നമുക്ക് തോന്നും, അതൊരു 5 വർഷത്തേക്ക് നീട്ടി വയ്ക്കുക. വീടിൻ്റെ കാര്യം പറഞ്ഞാൽ ഇന്ത്യയിൽ റെൻ്റാണ് ലാഭം ഒരു കണക്കിന്. കാരണം EMI അടയ്ക്കുന്നതിനേക്കാൾ ലാഭം ഇന്ത്യയിൽ റെൻ്റാണ്. സോ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു 5 വർഷത്തേക്ക് ഇതൊക്കെ നമ്മൾ നീട്ടി വയ്ക്കുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ ഒരു 5 വർഷത്തേക്ക് നീട്ടി വയ്ക്കുന്നു. ഇപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രം ചിലവ് ചെയ്യുന്നു. ഇനി നമ്മൾ ഈ സ്റ്റേജിൽ നമ്മുടെ വരുമാനത്തിൻ്റെ 75% സേവ് ചെയ്യണം. ഇതൊക്കെ ബുദ്ധിമുട്ടാണ് എന്ന് നിങ്ങൾ ചിന്തിക്കാം. ഇതൊക്കെ നിങ്ങളുടെ സാഹചര്യം പോലെ ഇരിക്കും. നിങ്ങളുടെ വീട്ടിലെ ചിലവുകളൊക്കെ നിങ്ങളുടെ അച്ഛൻ നോക്കുന്ന സാഹചര്യം ഉണ്ടാവും. ഭൂരിപക്ഷം പേർക്കും അങ്ങനെ ആവാം. അങ്ങനെയുള്ള ആളുകൾക്ക് സ്വന്തം ചിലവ് നോക്കിയാൽ മതി. അവിടെ ആവശ്യങ്ങൾക്ക് മാത്രം ചിലവാക്കിയാൽ ഈസി 75% നമുക്ക് നമ്മുടെ ഇൻകത്തിനെ സേവ് ചെയ്യാൻ കഴിയും. ഇനി സാഹചര്യം മോശമാണ് എന്ന് പറയുന്നവർ, അങ്ങനെ പറയുന്നവർ പോലും ഈ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് വിജയിച്ചിട്ടുണ്ട്. കാരണം ഒക്കെ നമുക്ക് വേണമെന്ന് തോന്നിയാൽ നമുക്ക് ചെയ്യാൻ കഴിയും. പിന്നെ ഈ ചെറുപ്പത്തിൽ, ഈ പ്രായത്തിൽ, ഈ ബാച്ചലർ ലൈഫിൽ എൻജോയ് ചെയ്യേണ്ട ടൈമിൽ ഇങ്ങനെ പിശുക്ക് ജീവിച്ചാലോ? ഇതൊക്കെ ഒരു ലൈഫാണോ എന്ന് പലരും ചോദിക്കാം. അവരോട് പറയാനുള്ള മറുപടി ഓരോരുത്തർക്കും ഓരോന്നാണ് ഇവിടെ വേണ്ടത്. ഇവിടെ മണിയാണ് ഗോൾ എന്നുള്ളവർക്കാണ് ഈ വീഡിയോ. എന്ത് നേടാനും അതിൻ്റേതായ വില നമ്മൾ കൊടുത്തേ തീരൂ. നമ്മളിവിടെ ചിന്തിക്കേണ്ടത് വെറും 5 വർഷം മാത്രമേ നമ്മളിങ്ങനെ 75% സേവ് ചെയ്യുന്നുള്ളൂ. പിന്നീട് പഴയ ആഗ്രഹങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരു ലൈഫാണ് നമ്മൾ ജീവിക്കുന്നത്. ഫോർ എക്സാമ്പിൾ 75% സേവ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഉദാഹരണമായിട്ട് 50,000 രൂപ സാലറി ഉള്ള ആൾ, അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൻ്റെ 75% അദ്ദേഹം സേവ് ചെയ്യുന്നു. സോ 50,000 വരുമാനമുള്ള ആൾ അദ്ദേഹത്തിൻ്റെ 75% സേവ് ചെയ്യുന്നു. അതുകൂടാതെ ഒരു വർഷത്തെ ചിലവ് 1.5 ലക്ഷത്തിൽ അയാൾ ഒതുക്കുന്നു. അയാളുടെ സാലറി വർഷം 8% വർദ്ധിക്കുകയാണെങ്കിൽ 5 വർഷം കൊണ്ട് 12% ആനുവൽ ഗ്രോത്തിൽ അയാൾക്ക് മൊത്തം 5 വർഷം കൊണ്ട് 37 ലക്ഷം രൂപ കിട്ടും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ 37 ലക്ഷം രൂപയുണ്ട്. അത് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നു. ശേഷം ആ 37 ലക്ഷം രൂപ 12 വർഷത്തേക്ക് അദ്ദേഹം അങ്ങ് മറന്നു കളയുന്നു. 12 വർഷമൊക്കെ ആകുമ്പോൾ കോമ്പൗണ്ട് ഇഫക്റ്റിൻ്റെ അഡ്വാൻറ്റേജ് അതിന് കിട്ടും. അങ്ങനെ 5 വർഷത്തെ ആത്മനിയന്ത്രണത്തിന് ശേഷം, ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷന് ശേഷം അദ്ദേഹം സെക്കൻഡ് സ്റ്റേജിലേക്ക് കടക്കുകയാണ്. ഈ സെക്കൻഡ് സ്റ്റേജിൽ അദ്ദേഹം എൻജോയ് ചെയ്ത് ജീവിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ വേണ്ട ഒക്കെ ചെയ്യുന്നു. അദ്ദേഹം കാറ് വാങ്ങുന്നു, വീട് വാങ്ങുന്നു, വിവാഹം കഴിക്കുന്നു. അതാണ് സെക്കൻഡ് സ്റ്റേജ്. ഇവിടെയും അദ്ദേഹത്തിന് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാം. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും ആ പണ്ട് ഇൻവെസ്റ്റ് ചെയ്ത ആ 37 ലക്ഷം അത് 12 വർഷത്തേക്ക് തൊടാൻ പാടില്ല. അത് മറന്നു കളയുക. അങ്ങനെ കഴിയുമ്പോൾ കറക്റ്റ് 12 വർഷത്തിന് ശേഷം കോമ്പൗണ്ട് ഇഫക്റ്റിൻ്റെ അഡ്വാൻറ്റേജോടുകൂടി ആ പണ്ട് ഇൻവെസ്റ്റ് ചെയ്ത ആ പണം, ആ 37 ലക്ഷം അത് 2 കോടി ആയിട്ടുണ്ടാവും. 25 വയസ്സിൽ ജോലിക്ക് കയറിയ അദ്ദേഹം തൻ്റെ 42ാമത്തെ വയസ്സിൽ കോടീശ്വരനായിട്ടുണ്ടാവും. ഇനി ചെറിയ വരുമാനമാണെങ്കിലും നമ്മൾ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് വെൽത്ത് ബിൽഡ് ചെയ്യാൻ കഴിയും. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് 5 to 10 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ്. ഷോർട്ട് ടൈം അല്ല, ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് ഇഫക്റ്റിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് ഉപയോഗിക്കാം. അതുകൂടാതെ തന്നെ ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞു, എൻ്റെ കാശ് പോകുമോ എന്നൊന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ. സോ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ ലോങ് ടൈമിലായിരിക്കണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മാത്രമൊന്നും അല്ലല്ലോ, നമുക്ക് അമേരിക്കൻ സ്റ്റോക്സിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും. അമേരിക്കൻ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ 2011 $1 44 രൂപയായിരുന്നു. ഇപ്പോൾ 2022 ആയപ്പോൾ $1 79 രൂപ നമ്മൾ കൊടുക്കണം. സോ അന്ന് 44 രൂപയ്ക്ക് വാങ്ങിയ സാധനം ഇന്ന് നമ്മൾ വിൽക്കുന്നത് 79 രൂപയ്ക്കാവും. പിന്നെ അമേരിക്കൻ സ്റ്റോക്സ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സ്റ്റോക്സിൻ്റെ മാതിരി ആ ഒരു ഷെയർ മൊത്തം വാങ്ങണമെന്നൊന്നുമില്ല. ഫ്രാക്ഷനായിട്ട് ആ ഒരു സ്റ്റോക്കിൻ്റെ ചെറിയൊരു ഭാഗമായിട്ട് നമുക്ക് വാങ്ങാൻ കഴിയും, ചെറിയൊരു പൈസയ്ക്ക്. സോ നമുക്ക് അമേരിക്കൻ സ്റ്റോക്സിൽ IND മണി വഴി ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും. ഇനി മാസം ഒരു ചെറിയ തുക 500 രൂപയൊക്കെ SIP ആയിട്ടും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും. ഇനി എത്ര എനിക്ക് പ്രോഫിറ്റ് കിട്ടും, എത്ര വർഷത്തേക്ക് എന്നൊക്കെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ SIP കാൽക്കുലേറ്ററും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്നാൽ അമേരിക്കൻ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം, പേപ്പർ വർക്ക്സ്, കമ്മീഷൻ ഫീ, മെയിൻ്റെനൻസ് ഫീ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫീസസ് ഉണ്ട്. എന്നാൽ ഇവിടെ IND മണിയുടെ കാര്യത്തിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അമേരിക്കൻ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും. IND മണി സെബി രജിസ്റ്റേർഡ് ആണ്. അതുപോലെ 4 മില്യൺ ഇന്ത്യൻസ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് ഫ്രീ ആയിട്ട് 500 രൂപയുടെ ആപ്പിളിൻ്റെ ഷെയർ കിട്ടാൻ പോകുന്നതെന്ന് പറയാം. ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ലിങ്ക് വഴി നിങ്ങൾ കയറിയിട്ട് സൈൻ ഇൻ ചെയ്തിട്ട് ആദ്യമായിട്ട് സ്റ്റോക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് 500 രൂപയുടെ ആപ്പിളിൻ്റെ ഷെയർ ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നത്. ഇതൊക്കെ കേട്ടിട്ട് പ്രായമായി ഇനി എന്ത് സേവിങ് എന്ന് നിങ്ങൾ ചിന്തിക്കാം. പക്ഷെ ചെറിയ രീതിയിൽ, കഴിയുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ
സേവ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്താൽ, ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ അതേ അവസ്ഥ നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് ഉണ്ടാവില്ല. ചെറുപ്പത്തിലെ ഈ നോളജ് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഫ്യൂച്ചറിലേക്ക് വരും തലമുറകളിലേക്ക് വരെ ഇതൊരു അസറ്റാണ്. ഇറ്റ്സ് മീ MkJayadev.